ന്യൂട്രീഷണൽ അനീമിയ. ഈ സാധനങ്ങളൊക്കെ ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ വേണമെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസസ് ആയിട്ട് ചോദിക്കാം. പറയുവാണെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് ഒരു എസ് ചോദിച്ചാൽ ഇതൊക്കെ എഴുതണം. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെന്റെ കാര്യങ്ങൾ, B1 B2 അതിന്റെ ഒക്കെ ഒന്ന് ചെയ്ത് ഞങ്ങൾക്ക് ഒരു എസ് എഴുതാൻ പറ്റും. അപ്പൊ അടുത്ത് വരുന്നത് ന്യൂട്രീഷൻ അനീമിയ ആണ്. അനീമിയ എന്ന് വെച്ചാൽ ശരീരത്തില് ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് നോർമലിൽ നിന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. ഈ ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് അനീമിയ ആണ്. സംഭവം ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാണ്. പക്ഷെ കാരണം എന്താ? എ കണ്ടീഷൻ ഇൻ വിച്ച് ഹീമോഗ്ലോബിൻ ലെവൽ ഓഫ് ബ്ലഡ് ഈസ് ലോവർ ദാൻ നോർമൽ ആസ് എ റിസൾട്ട് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വൺ ഓർ മോർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിഗാർഡ്ലെസ് ഓഫ് ദ കോസ് ഓഫ് സച്ച് ഡെഫിഷ്യൻസി. സംഭവം ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു. കാരണം എന്താ? ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായ ഏതെങ്കിലും എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഈ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ അനീമിയ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ്. അത് വേണമെങ്കിൽ ട്രൂ ഓഫ് ഫാൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ ചോദിക്കാം. ഓക്കെ. പിന്നെ കാണാം വിറ്റമിൻ B9 ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസി, വിറ്റമിൻ B12 സയാനോകോബാലാമിന്റെ ഡെഫിഷ്യൻസി കാരണമൊക്കെ അനീമിയ ഉണ്ടാവാം. പക്ഷേ മോസ്റ്റ് കോമൺ അയൺ ഡെഫിഷ്യൻസിയാണ്. ഇനി ന്യൂട്രീഷൻ അനീമിയന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഒന്ന്, ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വുമൻ ആൻഡ് യങ് ചിൽഡ്രൻ. അപ്പോൾ വുമൻസിലാണെങ്കിൽ അവർക്ക് അയൺ ലോസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഡിപ്ലീറ്റ് ചെയ്ത അയൺ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് ന്യൂട്രീഷൻ അനീമിയ ഇതാവും. അയൺ ഡെഫിഷ്യൻസി അറൈസ് എയ്തർ ഡ്യൂ ടു പുവർ ഇൻടേക്ക് ഫോർ ബയോ അവൈലബിലിറ്റി ഓർ ഡ്യൂ ടു എക്സസീവ് ലോസ് ഫ്രം ദ ബോഡി. ഞാൻ പറഞ്ഞു അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ നമ്മൾ അയൺ ഉള്ള ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പൊ ശരീരത്തിന് കിട്ടൂല. അല്ലെങ്കിൽ നമ്മൾ അത് കഴിക്കുന്നുണ്ട് പക്ഷെ അത് ശരീരത്തിലേക്ക് അവൈലബിൾ ആണ്, ബയോ അവൈലബിലിറ്റി ഇല്ല. ഇരുമ്പ് സത്ത് അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കുന്നത് പക്ഷെ അതിന്റെ അബ്സോർപ്ഷൻ ഒന്നും പ്രോപ്പർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കിട്ടുന്നില്ല. കഴിക്കുന്നില്ല അല്ലെങ്കിൽ കഴിച്ചത് ശരീരത്തിലേക്ക് എത്തുന്നില്ല. പിന്നെ വേണമെങ്കിൽ ഒരു കണ്ടീഷനും കൂടി വരാം, കഴിച്ചിട്ട് അത് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാൻ. അപ്പോൾ നോക്കുവാണെങ്കിൽ എങ്ങനെയൊക്കെ അയൺ നഷ്ടപ്പെടാന്ന് വെച്ചാൽ നമ്മുടെ സ്വെറ്റില് നമ്മുടെ സെൽസ് ഒക്കെ ഷെഡ് ചെയ്യില്ലേ, അതിലൊക്കെ കുറച്ച് പോകും. പക്ഷെ മെയിൻ ആയിട്ട് ബ്ലീഡിങ്ങിലൂടെയാണ്. അപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രേഷനിലൂടെയും പിന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കാരണം GI ട്രാക്റ്റിൽ ബ്ലീഡിങ് ഉണ്ടാകുകയൊക്കെ ആണെങ്കിൽ അതിലൂടെ കുറെ നമുക്ക് അയൺ നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാം. ഈ ന്യൂട്രീഷൻ അനീമിയന്റെ ഡെട്രിമെന്റൽ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ അത് അനീമിയ ക്രിയേറ്റ് ചെയ്യും. അനീമിക് ആകുമ്പോൾ അത് കുട്ടിയുടെ അമ്മയുടെ ആരോഗ്യത്തിനെ ബാധിക്കും. ഓക്കെ. അത് ഒന്നെങ്കിൽ അബോർഷൻ ആവാം, അല്ലെങ്കിൽ ടേം തികയുന്നതിന് മുമ്പേ കുട്ടി ഡെലിവേർഡ് ആവാം, ജനിക്കുന്ന കുട്ടിക്ക് ലോ ബർത്ത് വെയിറ്റ് ആവാം, പോസ്റ്റ് പാർട്ടം ഹെമറേജ്, എക്സസീവ് ബ്ലീഡിംഗ് ഒക്കെ അമ്മയ്ക്ക് ഉണ്ടാകാം. അത്തരത്തിൽ ന്യൂട്രീഷൻ അനീമിയ പ്രഗ്നൻസി സമയത്തുണ്ടായ അമ്മയുടെയും കുഞ്ഞിനെയും ഹെൽത്തിനെ അത് ബാധിക്കും. അതേപോലെ ഒരു നോർമൽ ആൾക്ക് അയൺ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷനെയും സെല്ലുലാർ റെസ്പോൺസിനെയും ഒക്കെ അത് ബാധിക്കും. ഇമ്മ്യൂണിറ്റി താഴ്ന്നു പോകും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇൻഫെക്ഷന് സസെപ്റ്റബിൾ ആവും. അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെട്ട അസുഖങ്ങൾ പെട്ടെന്ന് വഷളാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ വർക്ക് കപ്പാസിറ്റി കുറയ്ക്കും. ഹീമോഗ്ലോബിൻ ഇല്ല, അപ്പൊ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ കുറയുമ്പോൾ നമുക്ക് അധികം മെനക്കെട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ കൺസിഡറബിളി കുറയും. ഇനി ഇത് തടയാനുള്ള ഇന്റർവെൻഷൻ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഹീമോഗ്ലോബിന്റെ അളവ് മനസ്സിലാക്കണം. ഹീമോഗ്ലോബിന്റെ അളവ് ബ്ലഡിൽ എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു 10 gram per dl ഒക്കെ കുറവാണെങ്കിൽ അത് എക്സസീവ് അല്ലെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കലുള്ള അനീമിയാണ്. അങ്ങനെയുള്ളവർക്ക് അയേണോ അല്ലെങ്കിൽ ബ്ലഡോ ട്രാൻസ്ഫ്യൂഷൻ ആണ് ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ അയൺ സപ്ലിമെന്റ് അയണിന്റെ ഇതായിട്ട് ഇൻട്രാവീനസ് ആയിട്ട് സപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ബ്ലഡ് കമ്പാറ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിലെ ബ്ലഡ് സപ്ലൈ ചെയ്യും. പിന്നെ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ആണ് പറയുന്നത്. ഇതിൽ ഞാൻ നേരത്തെ ഇതിലുണ്ട് കേട്ടോ, എത്രയാണ് ഈ കട്ട് ഓഫ് വാല്യൂ എത്രയാണ് അനീമിക് ആണെന്ന് പറയുന്നതിന്റെ അത് ഞാൻ ആ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇന്റർവെൻഷനിൽ വരുന്നത് അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ആണ്. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് വിപ്സ് എന്നൊക്കെയുള്ള പ്രോഗ്രാം ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കൊടുക്കും. ഇതിൽ മെയിൻ ആയിട്ട് ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് പ്രഗ്നന്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ അണ്ടർ 12 years ആണ്. പിന്നെ ഒരു മെത്തേഡ് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയക്കെതിരെ പോരാടാനുള്ള ഒരു മെത്തേഡാണ് അയൺ ഫോർട്ടിഫിക്കേഷൻ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉപ്പില് അയൺ കയറ്റിയിട്ട് അയൺ ഫോർട്ടിഫൈ ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഇറക്കിയിട്ടുണ്ട്. ഉപ്പ് എന്ന് വെച്ചാൽ എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനം. ഇപ്പൊ അയഡിൻ കൊടുക്കുന്നില്ലേ? അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡറിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയഡിൻ കൊടുക്കുമ്പോൾ അയൺ ഫോർട്ടിഫൈ ചെയ്ത സോൾട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. വേറെ മെത്തേഡ്സ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഇൻഫെക്ഷൻസ് ഒക്കെ തടയുക. അപ്പൊ നമ്മുടെ
ശരീരത്തിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. കാരണം ഈ ബ്ലീഡിങ് കാരണം അയൺ കുറെ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അയണിന്റെ ബയോ അവൈലബിലിറ്റി, കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഇത് കൺസ്യൂം ചെയ്യും. നമ്മുടെ ശരീരത്തിലേക്ക് ഈ പാരസൈറ്റ്സിനുള്ള ഫുഡായിട്ടാണ് പോവുക. അപ്പോൾ കൊടുത്ത അയണൊന്നും അവിടെ എത്തൂല, ഈ പാരസൈറ്റ്സ് കൺസ്യൂം ചെയ്യുന്ന രീതിക്കാവും. അതിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ പറയും പോലെ നേരത്തെ പറഞ്ഞു, ഈ അയണിന്റെ അബ്സോർപ്ഷൻ എന്തെങ്കിലും പറഞ്ഞാൽ വൈറ്റമിൻ സി അയൺ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നതാണ്. വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ അയണിന്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ആവും. ഇപ്പൊ കഴിക്കുമ്പോൾ ഈ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ്, അയണുള്ള ഫുഡ് കൂടിയാണെങ്കിൽ വൈറ്റമിൻ സി ഉള്ളതാണെങ്കിൽ അയണിന്റെ അബ്സോർപ്ഷൻ കൂടും. ഇത്തരം ന്യൂട്രീഷണൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഇതിനെതിരെ പോരാടാം. അടുത്ത് ഫംഗ്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡാണ്. ആദ്യം മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് ഓഫ് ഫുഡാണ്. ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞ നമ്മൾ നേരത്തെ തുടക്കം തൊട്ട് പറയേണ്ടി വരുന്നതാണ്. ഒന്ന് പ്രൊവിഷൻ ഓഫ് എനർജി, ബോഡി ബിൽഡിംഗ് ആൻഡ് റിപ്പയർ, മെയിൻ്റനൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ടിഷ്യൂ ഫംഗ്ഷൻ. ഈ 3 ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എനർജി ഈൽഡിംഗ് ഫുഡ്, നമ്മുടെ ശരീരത്തിലേക്ക് എനർജി തരുന്ന മെയിൻ ആയിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആണ്. പ്രോട്ടീനും തരും, പക്ഷേ പ്രൈമറിലി പ്രോട്ടീൻ അതിന് നമ്മൾ യൂസ് ചെയ്യാറില്ല. കാർബോഹൈഡ്രേറ്റും ഫാറ്റും അവൈലബിൾ ആയില്ലെങ്കിൽ മാത്രമേ ശരീരം പ്രോട്ടീൻ എടുത്തിട്ട് എനർജിക്ക് വേണ്ടി കത്തിക്കുള്ളൂ. ഓക്കെ. പിന്നെ ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, അത് പ്രോട്ടീൻ റിച്ച് ആയുള്ള ഫുഡാണ്. നമ്മുടെ ശരീരത്തിന് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കാൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ കൊടുക്കുന്ന പ്രോട്ടീനിന് ഉള്ള അമിനോ ആസിഡ്സിന് ഉപയോഗിച്ചിട്ടാണ് ശരീരത്തിലുള്ള ബോഡി പ്രോട്ടീൻസിന് അവരുണ്ടാക്കുന്നത്. പിന്നെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്, വിറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഉള്ള ഫുഡാണ് ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഒന്നിക്ക് ഒറിജിൻ അനുസരിച്ച് ആനിമൽ ആണോ പ്ലാന്റ് ഒറിജിൻ ആണോ നോക്കിയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ പ്രിഡോമിനന്റ് ഫംഗ്ഷൻ അനുസരിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ എനർജി കൊടുക്കുന്നു, പ്രൊട്ടക്റ്റീവ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ന്യൂട്രിറ്റീവ് വാല്യൂ അനുസരിച്ച് സീരിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, ഇങ്ങനെ കുറച്ച് കാറ്റഗറീസ് ആയിട്ടും തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചാൽ കിട്ടാവുന്ന പോർഷൻസേ ഉള്ളൂ. പിന്നെ വരുന്നത് പ്രോട്ടീന്റെ ഫാറ്റിന്റെ സോഴ്സും അതിന്റെ ഫംഗ്ഷനും നോക്കാണ്. പ്രോട്ടീന്റെ സോഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആനിമൽ പ്ലാന്റ് സോഴ്സസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് പ്രോട്ടീന്റെ സോഴ്സസ് ഒക്കെ. ഇപ്പോൾ ആനിമൽ പ്രോട്ടീൻസ് കുറച്ച് അപ്പർ ഹാൻഡ് ഉള്ളതാണെന്നും, പക്ഷെ അത് എന്താ പറയാ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇങ്ങനെ കുറച്ച് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അതിന്റെ കൺസെപ്ഷന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ പറഞ്ഞു പൾസസ് ആർ കോൾഡ് പുവർ മാൻസ് മീറ്റ്. കാരണം അത് വേണമെങ്കിൽ ട്രൂ ഓഫ് ഫാൾസ് ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ പറയും പോലെ ഫിലിറ്റർ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന സാധനം. പൾസസ് ആണ് പുവർ മാൻസ് മീറ്റ് എന്ന് പറയുന്നത്. സോയാബീൻ ആണ് ഒരു റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, വെജിറ്റബിൾ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോഴ്സ് ഓഫ് ഫാറ്റും ഫംഗ്ഷൻസ് ഓഫ് ഫാറ്റും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ എസ് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ നോട്ടായിട്ട് കൊടുത്തതാണ് ഞാൻ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് PPTയും അല്ലെങ്കിൽ PDF കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ട് വേണം, പെട്ടെന്നൊരു റീഡ് ചെയ്യാനുള്ള നോട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്.